ഗായ്സ്, ഇന്നൊരു ശിവരാത്രി വ്ളോഗാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ശിവരാത്രി അനുബന്ധിച്ച് നമ്മൾ അമ്പലത്തിലേക്ക് പോകണം. ഈവനിങ് എന്നും ശിവൻ്റെ അമ്പലത്തിൽ വിപുലമായിട്ടുള്ള പൂജ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ പൂജ തൊട്ടൊക്കെ എടുത്തിട്ട് അമ്പലത്തിൽ പോകണം. ഞാനും അമ്മയും മീനൂസും കൂടെ അമ്പലത്തിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീടുള്ളത് രണ്ടുമൂർത്തി ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്താണ്, പടിഞ്ഞാറ് ഭാഗത്താണ് കേട്ടോ. അപ്പം നമ്മുടെ അമ്പലത്തിൻ്റെ കിഴക്ക് വശത്താണ് മഹാദേവ ക്ഷേത്രം. അപ്പോൾ അമ്പലത്തിനകത്തുകൂടെ വേണം നമുക്ക് മഹാദേവൻ്റെ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട്. ഞങ്ങൾ മൂന്നുപേരും കുറച്ചുകൂടെ നടക്കാറുണ്ട്. ഞങ്ങൾ മൂന്നുപേരും കൂടെ ആടിപ്പാടി ഇങ്ങനെ നടന്നു പോവുകയാണ്. പതുക്കെ നടക്കുകയാണേ, അമ്മയ്ക്ക് പതുക്കെ നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വഴിയിലെല്ലാം നന്നായിട്ട് ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ഗാനമേളയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ദേവസ്വം അച്ഛനാണ് അവിടെ നിൽക്കുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഗാനമേളയും കാര്യങ്ങളും കുറച്ച് പേര് അത് ആസ്വദിക്കുന്നുണ്ട്, കുറച്ച് പേര് അമ്പലത്തിനകത്തിരിക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ ഉപദേവനായ ഗണപതി ക്ഷേത്രമുണ്ട്. അങ്ങോട്ട് പോയതാണ് നമ്മൾ. അവിടെ എവിടെയെന്ന് വെച്ചാൽ പുഴയുടെ അടുത്താണ് അമ്പലം. താഴെ പുഴയും അമ്പലം മുകളിലാണ്. ഇപ്പോൾ രാവിലെ ആകുമ്പോൾ നല്ല വ്യൂ ആയിരിക്കും കേട്ടോ. മീനൂസ് ഒരു റീലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടുന്ന്, ഒരു ശിവൻ്റെ സോങ്, മഹാദേവൻ്റെ. അപ്പോൾ നമ്മൾ തൊഴുതു മഹാദേവൻ്റെ ക്ഷേത്രത്തിലേക്ക് കയറാണ്. ഒരു പഴക്കം ചെന്ന ക്ഷേത്രമാണ് നമ്മളുടെ. ഒരുപാട് ജീർണിച്ചൊരവസ്ഥയിലാണ് കേട്ടോ ഇപ്പോൾ അമ്പലം ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നവീകരണ കലശത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പും നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ നമ്മളുടെ അമ്പലത്തിൽ നവീകരണ കലശം ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്, വൈകിയോ എന്നൊക്കെ ചോദിച്ച് നാട്ടുകാരൊക്കെ നമ്മളോട് കുശലം ചോദിക്കുന്നുണ്ട്. എല്ലാവരും കണ്ടു. ഇങ്ങനെയുള്ള ടൈമിലാണ് നമ്മളെല്ലാവരും കാണുന്നതൊക്കെ. ദീപസ്തംഭം നല്ല ഭംഗിയിൽ കത്തുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്, നല്ലൊരു വൈബാണ്. ആ ഈവനിങ് മോഡിൽ നല്ലൊരു വൈബാണ് നമ്മുടെ അമ്പലം. അപ്പോൾ നമ്മൾ പ്രദക്ഷിണം വെക്കാനായിട്ട് പോവാണ്. ആദ്യമൊക്കെ ഞങ്ങൾ അടിപ്രദക്ഷിണം വെക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ നമ്മൾക്ക് ടൈമില്ല, വെക്കാറുമില്ല. അപ്പോൾ മീനൂസ് അത് ഏറ്റെടുത്തിട്ടുണ്ട്. മീനൂസ് പതുക്കെ അടിപ്രദക്ഷിണം വെക്കുകയാണ്. ഞങ്ങൾ എന്നും എല്ലാ തിങ്കളാഴ്ചയും ഈ മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ വരും, അടിപ്രദക്ഷിണം വെക്കും. സോമവാര വ്രതം എല്ലാം എടുക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അഭിഷേകങ്ങളൊക്കെ തുടങ്ങി. നല്ല രീതിയിൽ അഭിഷേകം, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. എല്ലാ അഭിഷേകങ്ങളും ഭഗവാൻ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ആ അഭിഷേകങ്ങൾ തൊഴുതുകൊണ്ട് നിൽക്കുകയാണ്. കുട്ടികൾക്കാകുമ്പോൾ കുറച്ച് നേരം നിൽക്കുമ്പോഴേക്കും ബോറടിക്കും. അത് അവർ കളിക്കാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്. മീനൂസിൻ്റെ ഫ്രണ്ട്സ് പൊടീസുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അവരുമായിട്ട് സാറ്റ് കളിക്കുകയാണ് അവിടെ. അവരെല്ലാവരും കൂടെ അപ്പോൾ കളിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ തൊഴുതു. പൂജ